അസ്സലാമലൈക്കും. ഹായ് ഹലോ. ഇന്നത്തെ നമ്മുടെ വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. നമ്മളിവിടെ കുഴപ്പമൊന്നുമില്ലാണ്ട് അങ്ങനെ സുഖമായിട്ട് പോകുന്നുണ്ട്. നമ്മുടെ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് 2 ദിവസത്തെ വ്ളോഗാണ്. ശനി ഞായർ വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഞായറാഴ്ച ഞാൻ അധികം വ്ളോഗ് ഇടാത്തത് എല്ലാവരും ബിസിയായി എന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാൻ അന്ന് അധികം വ്ളോഗ് ഇടാത്തത്. നമ്മൾ മെനക്കെട്ട് വ്ളോഗൊക്കെ ഇടുമ്പോൾ അധികം വ്യൂസും കാര്യങ്ങളും ഇല്ലാണ്ടാവുമ്പോൾ ഒരു സങ്കടമല്ലേ. തിങ്കളാഴ്ച പിന്നെ ഞായറാഴ്ചത്തെ ഹാങ് ഓവർ കഴിഞ്ഞ് കുറേ പേര് ഫ്രീ ആയിരിക്കും. അതേപോലെ ഫുഡ് ഉണ്ടാകും. അപ്പോൾ നിങ്ങൾക്കൊക്കെ വീഡിയോ കാണാനും സമയം ഉണ്ടാവും. എന്തായാലും ഫുള്ളായി കണ്ട് സപ്പോർട്ട് ചെയ്യണം. ഒത്തിരി റെസിപ്പീസും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ റെഡിയാക്കിയിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ മാക്സിമം സപ്പോർട്ട് വേണം. എന്താണ് വിശേഷം എന്നുള്ളതൊക്കെ കമൻറ്റ് ചെയ്യുക. നമ്മളിവിടെ രാവിലെ എണീച്ചിട്ട് ചായ ഉണ്ടാക്കുന്നുണ്ട്. നമ്മുടെ ഈ ഒരു ജേഴ്സി ടൈപ്പ് ഷോള് നമ്മുടെ കഹാനിയിൽ നിന്ന് മേടിച്ചിട്ട് വന്നതാണ് മീൻസ് നമ്മൾ എടുത്തിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ ഷോൾ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. ഇനിയിപ്പോൾ വളരെ കുറച്ച് പീസസേ ഉള്ളൂ. ഭയങ്കര കംഫർട്ട് ഉണ്ട് ഇല്ല ഇതിടാൻ. ഞാൻ ഇതുവരെ ഇട്ടിട്ട് നോക്കിയിട്ടില്ല. ഇപ്പം എനിക്ക് തോന്നുന്നു ലാസ്റ്റ് ടൈം ചെയ്ത ഗെറ്റ് റെഡി വിത്ത് മീലൊക്കെ ഈ ഷോൾ ഉണ്ടെങ്കിൽ എനിക്ക് ഒന്നുകൂടെ കംഫർട്ടായിരുന്നു എന്നുള്ളത് ഇപ്പം എനിക്ക് തോന്നുന്നു. കാരണം ഇത് തലയിൽ ഇട്ട് കഴിഞ്ഞാൽ അവിടെ കിടക്കുന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടോ. ഇട്ടപ്പം ഞാൻ ഇതുവരെ എടുത്ത് നോക്കിയിട്ടില്ല. ഇപ്പം എനിക്ക് ഭയങ്കര റിഗ്രറ്റ് അടിക്കുന്നുണ്ട്, ഇത് എന്തുകൊണ്ട് നേരത്തെ എടുത്തില്ല. ഞാൻ വിചാരിച്ച എനിക്ക് ചേരൂല എന്നൊക്കെ കേട്ടോ. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇനി അങ്ങനെ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ഞാൻ ചെയ്യൂല കേട്ടോ. ചെയ്തതിന് എല്ലാവരോടും സോറി പറയാണ്. ഓക്കെ, പിന്നെന്താണ് വിശേഷങ്ങൾ എന്നുള്ളതൊക്കെ പറയാം. അപ്പോൾ ചായ കുടിച്ചിട്ട് ഞാൻ വേഗം ചായയെല്ലാം പാത്രമൊക്കെ കഴുകി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നായിട്ട് തുടങ്ങണം. ഇന്ന് ഞാൻ ഭയങ്കര വലിയ കുക്കിംഗ് ഒന്നും ചെയ്യുന്നില്ല. കാരണം ഞായറാഴ്ച എന്തായാലും കുക്കിംഗ് ഉള്ള ദിവസമാണ്. ഞാൻ ശനിയാഴ്ച അങ്ങനെ കറികളൊന്നും ഒരുപാട് വെക്കാത്തൊരു ദിവസമാണ് കേട്ടോ. അഥവാ വെക്കുകയാണെങ്കിൽ ഞായറാഴ്ചത്തേക്കും കൂടെ ചേർത്തി ഞായറാഴ്ച കഴിക്കും എന്ന് ഉറപ്പുള്ള സമയങ്ങളിൽ മാത്രമേ ഉള്ളൂ ഞാൻ ശനിയാഴ്ച കുറച്ചധികം കുക്ക് ചെയ്യുക. ഇല്ലെങ്കിൽ ഞാൻ ശനിയാഴ്ച എന്തെങ്കിലും തട്ടിക്കൂട്ട് പരിപാടികളൊക്കെ ആയിട്ട് ഒപ്പിക്കും കേട്ടോ. നിങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ളത് കമൻറ്റ് ചെയ്യുക. എൻ്റെ ഫോണിൻ്റെ എന്തോ ഒരു സെറ്റിങ്സ് മാറിയിട്ടുണ്ട്. അത് കാരണമാണ് ഭയങ്കര ഒരു ലൈറ്റ് എഫക്റ്റ് വരുന്നത് കേട്ടോ ഇവിടെ. പിന്നീട് ഞാനത് ശരിയായി. എക്സ്പോസ് പറഞ്ഞിട്ടുള്ള ഒരു സംഭവമുണ്ട്, അത് ഓവറായിട്ടുണ്ടായിരുന്നു തോന്നുന്നു. ഞാനത് ശ്രദ്ധിച്ചിട്ടില്ല. പിന്നെ നമ്മൾ ചവിട്ടി ഇങ്ങനെ ഒന്ന് കുടഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പൊടികളൊക്കെ കംപ്ലീറ്റ് പോകുന്നുണ്ട്. ഇത് കഴുകുമ്പോഴായിരിക്കും പാട്. ഞാൻ മേടിച്ചിട്ട് ഇതുവരെ കഴുകിയിട്ടില്ല. ചളിയാകുന്നു. ഞാൻ മേലെ ഇങ്ങനെ തുടച്ചു വിടും. തുടയ്ക്കുമ്പോൾ എന്ത് ചെയ്യും, അതിൻ്റെ മുകളിലൂടെ ഇങ്ങനെ തുടച്ചു കൊണ്ടുവരും. അതുകൊണ്ട് ചളി ഇങ്ങനെ ഒരുപാടില്ല കേട്ടോ. പിന്നെ നമ്മൾ മുറ്റൊക്കെ ഒന്ന് അടിച്ചു വാരി എടുക്കുകയാണ്. ഞായറാഴ്ച അധികം മുറ്റടിച്ചു വാരാൻ ഞാൻ ഇറങ്ങൂല. ഞായറാഴ്ച അധികം കിച്ചണിൽ തന്നെ ആയിരിക്കും കൂടുതൽ സമയം. ഇന്നലെ ഞാൻ ലൈവ് വന്നിട്ടുണ്ടായിരുന്നു. ലൈവ് കണ്ടവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ ഇപ്പം തന്നെ വീഡിയോ ഒന്ന് ലൈക്കും ചെയ്യുക, അതുപോലെ ഹൈപ്പും കൊടുക്കണം. റെഡ് ഹാർട്ട് ഇനി ഒന്നും എഴുതാനില്ലെങ്കിൽ ഒരു റെഡ് ഹാർട്ടെങ്കിലും നമുക്ക് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഇല്ലെങ്കിൽ നമ്മുടെ വീഡിയോ കണ്ടിട്ട് അതിൽ ഓരോ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ നിങ്ങൾ കമൻ്റ് ആക്കിയാൽ മതി. അപ്പോൾ ഞാൻ വേഗത അടിച്ചു വാരി എടുക്കുന്നുണ്ട്. ഇനി ഇവിടുന്ന് അടിച്ചു വാരിയ ശേഷം ബാക്കിലൊന്ന് അടിച്ചു വാരും. ഇന്ന് മുറ്റം അടിക്കാൻ വേണ്ടിയിട്ട്, തൊടി അടിക്കാൻ വേണ്ടി ഞാൻ പോകുന്നില്ല. കാരണം ഇനിയിപ്പോൾ ഒരുപാട് സമയം ആക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. ഇന്നലെ ഫുള്ള് തൊടിയൊക്കെ അടിച്ച് ക്ലീൻ ആക്കിയതാണ്. അപ്പം ഇന്ന് അടിച്ചു വാരാൻ പോകുന്നില്ല കേട്ടോ. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് മഴ പെയ്യാത്തതുകൊണ്ട് നമുക്ക് ഡെയിലി ഇങ്ങനെ തൊടിയൊക്കെ അടിക്കാൻ പറ്റുന്നുണ്ട്. പക്ഷെ പുല്ലൊക്കെ വളർന്നു കഴിഞ്ഞു കേട്ടോ. ഈ സൈഡൊക്കെ നോക്കി എത്ര പുല്ലാണ് എന്നുള്ളത്. പിന്നെ തൊടിയുടെ ആ ഭാഗത്തൊക്കെ ചീര വരുന്നുണ്ട്, കുപ്പച്ചീര വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അത് വലിച്ചു കളയാത്തത്. അത് വളർന്ന് വലുതായി നമുക്ക് കറി വെക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ ഇന്ന് ഞാൻ വറുത്തരച്ച കടലക്കറിയും അതുപോലെ പുട്ടും ഉണ്ടാക്കാന്ന് വിചാരിച്ചു കേട്ടോ. പഠിച്ചോനെ നാളെ രാവിലെ എന്തുണ്ടാക്കും അതിപ്പോഴാണ് ആലോചിക്കണത്. ഇഡലിക്കും ദോശക്കും അധികം ആട്ടാത്തതുകൊണ്ട് നമുക്കത് ഭയങ്കര കൺഫ്യൂഷനാണ് ഇപ്പം എന്തുണ്ടാക്കും എന്നുള്ളത്. ഒരുപാട് സാധനങ്ങൾ ഉണ്ടാക്കാം, പക്ഷെ നമ്മൾ സ്കൂളിൽ പോണതിന് മുമ്പ് കുട്ടികൾക്ക് പെട്ടെന്ന് തന്നെ ആക്കി കൊടുക്കണമല്ലോ എന്നൊക്കെ ആലോചിച്ച് നമ്മളിങ്ങനെ
ഇരിക്കുമല്ലോ. അപ്പോൾ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിയും റെഡിയാക്കുന്നുണ്ട്, വലിയുള്ളി റെഡിയാക്കുന്നുണ്ട്. ഇതൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കടലയും വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ 1/2 കിലോ കടല ഒന്നിച്ച് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയായിരുന്നു. പകുതി എടുത്തിട്ട് ഇന്നലെ ഞാൻ മസാലക്കറി ഉണ്ടാക്കി. ഇത് ഞാൻ വറുത്തരച്ച കറി ഉണ്ടാക്കുന്നത്. ഞാൻ അങ്ങനെ മസാലക്കറികൾ വറുത്തരച്ച് അധികം വെക്കാറില്ല. അപ്പൊ നമുക്ക് എന്തായാലും ഇതിന്റെ റെസിപ്പി ഒന്ന് നോക്കാം അല്ലെ. കടലയിലോട്ട് വലിയുള്ളിയും തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡർ, പിന്നെ ചിക്കൻ മസാല, ഗ്രേവി മസാലയും ചേർത്തിട്ടുണ്ട്. ഗ്രേവി മസാല അത് എല്ലാറ്റിലേക്കും യൂസ് ചെയ്യാം കേട്ടോ. ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ്, സൂപ്പർ മാർക്കറ്റിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഒരു ഉരുളക്കിഴങ്ങും ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കുന്നുണ്ട്, വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് വിസിൽ വരട്ടെ കേട്ടോ. അപ്പോഴത്തേക്കും നമുക്ക് തേങ്ങയൊക്കെ ചിരവണം. റിഹാൻ വന്നിട്ട് ചായയൊക്കെ ഒന്ന് ചൂടാക്കിയിട്ട് പോയതാണ്. അവൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യും കേട്ടോ. പലതും ഞാൻ വീഡിയോയിൽ കാണിക്കാത്തതുകൊണ്ട് എൻ്റെ കുട്ടികളിനെയും ഉമ്മാനെയൊക്കെ ഒരുപാട് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് എനിക്ക് മനസ്സിലായി. പിന്നെ വിസിൽ വന്നിട്ടുണ്ട്, അത് ഞാൻ അങ്ങോട്ട് മാറ്റി വെച്ചു കേട്ടോ. ചട്ടി വെച്ചു കൊടുത്ത് ഞാനിവിടെ ഒരു തേങ്ങ ഫുൾ എടുത്തിട്ടുണ്ട് കേട്ടോ, ഒരു 1/4 ഭാഗം എടുത്തിട്ടുണ്ട്. പിന്നെ കറിവേപ്പിലയും ഗരം മസാല എല്ലാം ഇട്ടിട്ടുണ്ട്. ഓൾ സ്പൈസസ് ആയിട്ട് പട്ട, ഗ്രാമ്പു, ഏലക്ക ഒരെണ്ണ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. പിന്നെ ചെറിയ ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. വലിയ ജീരകമാണ് വേണ്ടത്, കഴിഞ്ഞപ്പം ചെറിയ ജീരകം ഇട്ട് കൊടുത്തു എന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതാ ഇതുപോലെ വറുത്തിട്ടുണ്ട്. ഇനി മിക്സിയുടെ ജാറിൽ ആക്കിയിട്ട് ചൂടാറിയ ശേഷം മാത്രം അരച്ചാൽ മതി. ഞാനിങ്ങനെ ഇടുന്ന കണ്ടിട്ട് നിങ്ങളും ഇതുപോലെ ഇട്ടിട്ട് അരച്ചിട്ട് പൊട്ടിത്തെറിച്ചിട്ട് എന്നെ പറയരുത് കേട്ടോ. ഞാനൊന്ന് ചൂടാറിയ ശേഷം അരയ്ക്കാറുള്ളൂ. പിന്നെ നമ്മളിതാ പുട്ടിൻ്റെ മാവും കൂടെ ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. ഇച്ചിരി ഉപ്പിട്ടിട്ട് വെള്ളം ഒഴിച്ചിട്ട് അവിടെ വെക്കുന്നു കേട്ടോ. ഞാൻ നിന്ന് കുഴയ്ക്കാറൊന്നുമില്ല, ഞാൻ വെള്ളം ഒഴിച്ചിട്ട് അവിടെ വയ്ക്കും. അതായത് മാവിൻ്റെ മുകളിൽ വരെ വെള്ളം ഒഴിച്ച് വയ്ക്കും, അപ്പം അത് കറക്റ്റായിരിക്കും. പിന്നെ ഇതാ നമ്മൾ കടല കറിയുടെ ഇതൊന്നും എടുത്ത് കളയുന്നുണ്ട്. എൻ്റെ കൈ ചെറുതായിട്ടൊന്ന് പൊള്ളിയിട്ടോ. ഇങ്ങനെ എടുത്തപ്പോൾ ആവി നന്നായിട്ട് കയ്യിലോട്ട് അടിച്ചു. ഞാനിങ്ങനെ വിചാരിച്ചില്ല ഇങ്ങനെ അടിക്കുന്നു. പിന്നെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ അരച്ച തേങ്ങ വെള്ളം ചേർക്കാണ്ടെയാണ് അരയ്ക്കേണ്ടത്. അരച്ച് കിട്ടും കേട്ടോ. ആദ്യമൊക്കെ എനിക്കും ഡൗട്ട് ഉണ്ടായിരുന്നു അരയുമെന്ന്, പക്ഷേ സൂപ്പറായിട്ട് അരയുന്നുണ്ട്. അപ്പോൾ വെള്ളം ഒഴിച്ച് ആവശ്യത്തിനുള്ള കട്ടിയാക്കി എടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിലേക്ക് ഇട്ടിട്ട് ഒന്ന് തിളപ്പിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ചെറിയ ഉള്ളിയിലൊന്ന് താളിച്ചെടുക്കണം. ഞാൻ പിന്നെ അതൊന്നും ചെയ്തിട്ടില്ല. ആവശ്യമുണ്ടെങ്കിൽ അത് ചെയ്യുക കേട്ടോ. ചെറിയ ഉള്ളിയും കറിവേപ്പിലയും വെളിച്ചെണ്ണയിലൊന്ന് തൂമിച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി. അതിൻ്റെ കൂടെ തന്നെ ഇച്ചിരി 2 നമ്മുടെ വറ്റൽ മുളകും കൂടെ ചേർത്തി കഴിഞ്ഞാൽ സൂപ്പറാകും കേട്ടോ. അങ്ങനെ നമ്മൾ പുട്ടിന് തേങ്ങ റെഡിയാക്കിയിട്ടുണ്ട്, മാവ് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഓരോ പുട്ടായിട്ട് ഇങ്ങനെ ചുട്ടെടുക്കാം. അതിനുശേഷം നമുക്ക് എല്ലാവർക്കും കൂടെ ഇരുന്ന് ഫുഡൊക്കെ കഴിക്കാം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്തായിരുന്നു എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. അതേപോലെ നമ്മുടെ വ്ളോഗ് ഫുള്ളായിട്ട് കാണുന്നുണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യുക കേട്ടോ. അതൊക്കെ അറിയുമ്പോൾ നമുക്കൊരു ഹാപ്പി അല്ലേ, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതും കമൻറ്റ് ചെയ്യുക. ഞാനിതാ കടലക്കറിയൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട്. പിന്നെ എല്ലാ വ്ളോഗിലും ഉമ്മാനെയും ഉപ്പാനെയും കാണിക്കണം എന്ന് പറയുന്ന കുറേ ആൾക്കാരുണ്ട്. പക്ഷെ നമുക്കത് എല്ലാ വ്ളോഗിലും ഉമ്മാക്കൊരു അൺകംഫർട്ടാണ്. അതുകൊണ്ട് എന്നോട് ഇങ്ങനെ ഓപ്പണായിട്ട് പറഞ്ഞു എല്ലാറ്റിലും ഒന്നും വേണ്ട, ഇടയ്ക്കൊക്കെ ഒന്ന് കണ്ടാൽ മതി എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ എല്ലാറ്റിലും കാണിക്കാത്തത് കേട്ടോ. അങ്ങനെ ഞാനും അയൻകുട്ടിയും കൂടെ കഴിക്കാനിരുന്നു. സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഒരു വീഡിയോക്ക് വേണ്ടിയിട്ട് ഞാൻ അവിടെ ഇരുന്നതാണ്. പിന്നെ അവർക്ക് കൊടുത്ത ശേഷമാണ് കേട്ടോ ഞാൻ കഴിക്കുക. ഏറ്റവും ലാസ്റ്റാണ് ഞാൻ ഇരിക്കാറുള്ളത് കേട്ടോ. അതങ്ങനെ ശീലമായിപ്പോയി. അതിനുശേഷം ചായ വെക്കാൻ വേണ്ടിയിട്ട് വന്നു. ആ സമയത്താണ് ഉമ്മാന്റെ കോള് വന്നത് കേട്ടോ. അങ്ങനെ പിന്നെ കുറച്ച് നേരമൊക്കെ സംസാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ഡ്യൂട്ടിയിലോട്ടങ്ങ് കടന്നിട്ടുണ്ട്. പിന്നെ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ വീണ്ടും ഒന്നുകൂടെ പറയാം. ഇന്ന് എന്തൊക്കെ പറയണമെന്ന് എനിക്ക് തന്നെ അറിയാം. പൈസ ഉണ്ടായിരുന്നില്ലല്ലേ? കാണിക്കാന്നൊക്കെയായിരുന്നു. ഞാൻ ഇന്നലെ ഒരു 2:30 ആ സമയത്താണ് ഇറങ്ങിയത്. നമുക്ക് നോക്കിയിട്ടുണ്ട്, ഡിസൈനും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് കാണിച്ചിട്ട് 3D തരൂല. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ ഇരുന്ന് ചായ എല്ലാം കുടിച്ചു. ഇവിടെ അയ്യപ്പൻ വിളക്കിന്റെ ബിസിയാണ് തോന്നുന്നു, അതാണ് ചെണ്ടയുടെ ഒക്കെ കൊട്ട് കുറേ കേൾക്കുന്നുണ്ട്. നമ്മുടെ വ്ളോഗിൽ കേൾക്കുന്നുണ്ടോ എന്ന് അറിയില്ല.
ഇന്നലെ കുറേ പോയിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. അതെല്ലാം നമ്മളവിടെ ഗേറ്റിൻ്റെ അവിടെ പോയി നിന്ന് നോക്കും കേട്ടോ, ഇങ്ങനത്തെ ഉത്സവങ്ങളൊക്കെ പോകുമ്പോൾ. നിങ്ങളൊക്കെ അങ്ങനെയാണോ എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യുക. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാണാൻ വേണ്ടിയിട്ട്. ഞാൻ ഉത്സവം നടത്തുമ്പോൾ ആ ഭാഗങ്ങളിലൊന്നും ഞാൻ എൻ്റെ കുട്ടിക്കാലത്തും പോയിട്ടില്ല കേട്ടോ. കൊണ്ടുപോകില്ല വീട്ടിൽ നിന്ന് ആരും, ഭയങ്കര തിരക്കാണ് അങ്ങനെയാണ്. പക്ഷെ നമുക്കൊക്കെ അത് കാണാനും ആ തിരക്കൊക്കെ എൻജോയ് ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അവിടുത്തെ ഹൽവ, പുരി, മിഠായി, അപ്പം, മുറുക്ക് ഇതൊക്കെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടം, എപ്പോഴും ഇഷ്ടമാണ് കേട്ടോ. പക്ഷെ ഇപ്പോഴും നമുക്ക് അതൊക്കെ കിട്ടണത് ഭയങ്കര കുറവാണ്. അങ്ങനെ പാത്രങ്ങളൊക്കെ കഴുകിയിട്ട് ഞാൻ റൂമിലൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നു. എല്ലാവരുടെയും ഒന്ന് സെറ്റാക്കണം. മയൻകുട്ടി രണ്ടുപേരും ബെഡ് വിരിച്ചിട്ടിട്ടുണ്ടായിരുന്നു, എന്നാലും ഒന്നും കൂടെ ശരിയാക്കുന്ന ഒരു ശീലം എന്നെ പോലെ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ പറയൂ. നമ്മൾ തന്നെയാണല്ലേ കുട്ടികളെ കേടുവരുത്തുന്നത് എന്നുള്ളത് പലപ്പോഴും എനിക്കും തോന്നാറുണ്ട്. അവർ ചെയ്തത് ശരിയല്ലെങ്കിൽ പിന്നെയും പോയിട്ട് ചെയ്യും. എന്നാലും അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു കടമ തന്നെയാണ് കേട്ടോ. അപ്പം അതൊന്ന് നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. പിന്നെ കഴുകി വെച്ച പാത്രങ്ങളിലേക്ക് ഒന്ന് എടുത്ത് മാറ്റി വെക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കാം കേട്ടോ. അകത്ത് തലയിൽ തട്ടം ഇടും, പുറത്തിറങ്ങിയാൽ ഇടില്ല. കൊള്ളാം, സോറി ഇനി വീഡിയോ കാണില്ല കേട്ടോ എന്ന് പറയുന്നുണ്ട്. ഇതിനൊക്കെ ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. എനിക്കെന്താ പറയണ്ടെന്ന് അറിയുന്നില്ല, ഓരോരുത്തർക്കും ഓരോ പോലെയല്ലേ. ഒന്ന് റീച്ച് ആയാൽ ഹെയർ എന്തിനാ ഇങ്ങനെ കാണിക്കുന്നത്? എത്ര പേരാ നന്നായിട്ട് തട്ടമിട്ട് വ്ളോഗ് ചെയ്യുന്നത്, പിന്നെ എന്തിനാ ഇങ്ങനെ കാണിക്കുന്നത്? ദേഷ്യം കൊണ്ടാടോ അസൂയ കൊണ്ടാടോ ഒന്നുമല്ല പറയുന്നത്. അത് പൊക്കി പിടിച്ച് വരണ്ട ആരും. അതെ ആരും അത് പൊക്കി പിടിച്ച് പോണ്ട. ആ കുട്ടി പറഞ്ഞതൊക്കെ കറക്റ്റ് തന്നെയാണ്, ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്യുമ്പോൾ ഞാൻ അങ്ങനെ ചെയ്തു, ഇല്ലാന്നൊന്നും ഞാനും പറയുന്നില്ല. പിന്നെ എല്ലാവരും എന്നെ തട്ടിട്ട് കണ്ട് ശീലമായിട്ട് തട്ടിടാണ്ടാവുമ്പോൾ അവർക്കൊരു വിഷമം ഉണ്ടാകും. അതും ശരി തന്നെയാണ്, ഞാനും അത് മനസ്സിലാക്കുന്നു. ഇനി ഞാൻ ശ്രദ്ധിച്ചോളാം. ഓക്കെ. അതേപോലെ ഈ പറഞ്ഞ ഞാൻ 2-3 എൻ്റെ ബ്ലോഗിലാണ് ഈ ഒരു ഓണത്തിൻ്റെ ഒരു സമയത്ത്, പിന്നെ എൻ്റെ ഹെയർ ഒന്ന് ബയോട്ടിൻ ചെയ്ത ആ സമയത്ത്, അന്ന് അവർ വീഡിയോ എടുക്കണം എന്ന് ഒരുപാട് നിർബന്ധിച്ചപ്പം അങ്ങനെ എടുത്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ 2 ഗെറ്റ് റെഡി വിത്ത് മീ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, ആ സമയത്തുമാണ്. ഇപ്പൊ എനിക്ക് തോന്നിയത് എന്താ പറഞ്ഞാൽ, ആ സമയത്ത് ക്യാപ്പൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈ ഹെയറിന്റെ പ്രശ്നം ഉണ്ടാവില്ല എന്നുള്ളത് മനസ്സിലായി. നമ്മൾ ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്യുമ്പോൾ തട്ടം നമുക്ക് ഭയങ്കര പ്രോബ്ലം ആണ്. പിന്നെ കുത്തിയിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട് കേട്ടോ. എനിക്ക് കുത്തിയിട്ട് ചെയ്ത് ഇതൊരു ശീലമില്ല, അത് എൻ്റെ ഇതായിരിക്കാം. ഓക്കെ. അപ്പൊ നമുക്ക് ഇനി കൂടുതൽ അതിനെ കുറിച്ച് സംസാരിക്കണ്ട അല്ലെ. ഹെയർ കാണാൻ തുടങ്ങിയപ്പോൾ വ്ളോഗ് കാണുമ്പോൾ ടെൻഷനാണ് എന്ന്. അയ്യോ, ടെൻഷനൊന്നും അടിക്കണ്ടടോ. പിന്നെ ഞാൻ ഇന്നൊരു ചമ്മന്തി ഉണ്ടാക്കുന്നുണ്ട്. ചെറിയുള്ളിയും വെളുത്തുള്ളിയും വറ്റൽമുളകും വെളിച്ചെണ്ണയിലൊന്ന് വഴറ്റിയെടുത്തിട്ട് ഇച്ചിരി കറിവേപ്പിലയും കുറച്ചധികം പുളിയും ചേർക്കണം കേട്ടോ. കളറിന് വേണമെന്നുണ്ടെങ്കിൽ കാശ്മീരി ചില്ലി പൗഡർ യൂസ് ചെയ്തോ. ഇത് മിക്സിയുടെ ജാറിൽ ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നല്ല ഉഷാറുള്ള ചമ്മന്തി റെഡി. പിന്നെ ഞാൻ ഇന്ന് ഉണ്ടാക്കിയത് ലഞ്ചിന്, അതായത് എണ്ണയിൽ, സെയിം പാത്രത്തിൽ തന്നെ കേട്ടോ, എണ്ണയിൽ ഇച്ചിരി ചെറിയ ജീരകം ഇട്ടു, ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്തതും മഞ്ഞളും മുളക് മല്ലി ഗരം മസാല ഇട്ട് കൊടുത്ത് ഉപ്പും ചേർത്തിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ നമുക്ക് 2 കൂട്ടാൻ റെഡി. അപ്പോൾ ഇങ്ങനെ സാറ്റർഡേ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നോൺ വെജ് ഒന്നും ഇല്ലാത്ത ദിവസങ്ങളിൽ നമുക്ക് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു എരിവും ചൊടിയും ഒക്കെ ഉള്ള കൂട്ടാനുണ്ടെങ്കിൽ തനിയെ തന്നെ ചോറ് കഴിക്കാൻ ഒരു ഉഷാറാണ്. അപ്പൊ നമ്മുടെ ചമ്മന്തി ഞാനൊന്ന് മിക്സിയുടെ ജാറിൽ അരച്ചെടുത്തിട്ട് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. കിഴങ്ങും ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് ഒരു ഉപ്പേരി ഉണ്ടാക്കാം. കറി പിന്നെ ഇന്നലത്തെ ഉണ്ട്, പിന്നെ രാവിലത്തെ വറുത്തരച്ച കടലക്കറി ഉണ്ടല്ലോ, അപ്പൊ അതൊക്കെ വെച്ചിട്ട് ഉച്ചയ്ക്ക് കറി അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാന്ന് വിചാരിച്ചിട്ടോ ഞാൻ. അങ്ങനെ നമ്മൾ കിഴങ്ങൊന്ന് റെഡിയാക്കി എടുത്തത് ഞാൻ ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് സെയിം പാത്രത്തിൽ തന്നെ ഞാൻ ഇച്ചിരി എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് കടുകും ജീരകവും ഇട്ട് പൊട്ടിച്ചിട്ട് നമ്മള് നമ്മുടെ അവരക്കയില്ലേ, കൊത്തവരക്ക, അത് മഞ്ഞൾപ്പൊടി ഉപ്പിട്ടിട്ട് അതും ഒരു തോരനാക്കിട്ടോ. ഇച്ചിരി തേങ്ങ ഇടാ, അല്ലെങ്കിൽ മുട്ട ഇതിലോട്ട് ഒഴിച്ചിട്ട് ചിക്കി വറുത്തെടുത്താലും ടേസ്റ്റാണ്. ഞാൻ തേങ്ങയായിട്ട് ഇട്ട് കൊടുക്കുന്നത്. ഫുഡ് പ്രോസസ്സറിലാണ് ഞാനിത് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ചോപ്പ് ചെയ്ത് വരും, ചിലപ്പോൾ ഷേപ്പ്ലെസ് ഒക്കെ ആയിട്ട് വരും, പക്ഷെ കഴിക്കാനൊക്കെ ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ ഉപ്പേരിയും റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞാൻ ചോറ് കുക്കറിലാക്കി വെച്ചിട്ടുണ്ട്. വേഗം പോയി തുടച്ചൊക്കെ ഒന്ന് എടുത്തിട്ട് വരുന്നുണ്ട് കേട്ടോ.
അതിനുശേഷം ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് ഫുഡെല്ലാം കഴിച്ച് അയൻകുട്ടിക്ക് 2:30 2 മണിക്ക് ട്യൂഷന് പോകണം കേട്ടോ. 2 to 5 ട്യൂഷന്. അപ്പോൾ അവനക്ക് ആ സമയത്തേക്ക് പോവുകയും ചെയ്യണം. അതേപോലെ കഴിക്കാനും കൊടുക്കണം. അവനക്ക് ഇന്ന് ചോറ് വേണ്ട അത്രേ. കാരണം മണക്കാൻ ചിക്കനോ ഫിഷോ ഒന്നും ഇല്ലല്ലോ. ഞാൻ പോയി കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് അന്ന് 2 ദിവസം മുന്നേ മേടിച്ചൊരു മാഗിയുടെ പാക്കറ്റിൽ 2 ഇത് ബാക്കിയുണ്ട്, കട്ട ബാക്കിയുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു മാഗി അല്ല ഇപ്പി, അപ്പോൾ ശരി അത് ഉണ്ടാക്കി കൊടുക്കാൻ വിചാരിച്ചു കേട്ടോ. റിഹാന് പുറത്തു പോയിരിക്കുകയാണ്, അവൻ്റെ ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ പാർട്ടിക്ക് പോയിരിക്കുകയാണ്. അപ്പോൾ അവൻ അവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് വരും. ചോറ് ഞങ്ങൾക്ക് 3 പേർക്ക് മാത്രമേ ഞാൻ വെച്ചിട്ടുള്ളൂ. ചില സമയത്ത് ഞാൻ അങ്ങനെ അളന്ന് വെക്കണ പോലെ വെക്കും കേട്ടോ. കാരണം ചോറ് കളയാൻ വയ്യാത്തതുണ്ട് കേട്ടോ. ഈ പിള്ളേരിനൊക്കെ വിചാരിച്ച് നമ്മൾ ചോറ് വെച്ചാൽ അന്ന് ബാലൻസ് ഉണ്ടാവും. അത് രാത്രി ചിലപ്പോൾ അവർ കഴിക്കില്ല. പിന്നെ നമ്മളത് ഫ്രിഡ്ജിൽ വെച്ച് ദോശയ്ക്ക് ആട്ടി അങ്ങനെ ആട്ടി ചിലപ്പോൾ നമ്മൾ തന്നെ കഴിക്കും ചെയ്യും. നമ്മുടെ വീട്ടമ്മമാരുടെ ആകെയുള്ള ഒരു പ്രശ്നം പഴയ ഫുഡ് കഴിച്ചിട്ട് തടിക്കുക എന്നുള്ളതാണ് അല്ലേ. എനിക്കുണ്ട് കേട്ടോ ആ ബുദ്ധിമുട്ട്. അങ്ങനെ നമ്മുടെ ഉപ്പേരി ആയത് ഞാനൊരു പാത്രത്തിലോട്ട് മാറ്റുന്നുണ്ട്. ചോറൊന്ന് തിളപ്പിച്ച് ഊറ്റാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അയാൻക്കുള്ള നൂഡിൽസ് ഞാനൊന്ന് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ അവന് നൂഡിൽസ് കഴിക്കുമ്പോൾ എപ്പോഴും മറ്റേ ചോപ്പ് സ്റ്റിക്കോ അങ്ങനെയല്ലേ അതിലാണ് കേട്ടോ കഴിക്കുക. എനിക്കാണെങ്കിൽ അതിൽ പിടിക്കാൻ അറിയില്ല. അപ്പൊ ഞാനിങ്ങനെ ഞാനിങ്ങനെ അതിങ്ങനെ പിടിച്ചിട്ട് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പൊ അവനെനിക്ക് കാണിച്ചു ഞാൻ എടുക്കട്ടെ. കിട്ടി കിട്ടി പിടിക്കേണ്ടത് അങ്ങനെ ഞാനും അവനും കൂടെ കുറച്ച് നേരമൊക്കെ അത് നിന്ന് നോക്കി. പിന്നെ അവനക്ക് പോകാൻ സമയമായപ്പം അവനെ അവിടെ ഇരുത്തി അത് കഴിക്കാൻ പറഞ്ഞു. ഞാൻ എല്ലാ ലഞ്ചും കാര്യങ്ങളൊക്കെ കൊണ്ടുവച്ചു കേട്ടോ. അപ്പം നമ്മുടെ പരിപ്പിച്ചാറിൻ്റെ റെസിപ്പി ഞാൻ കാണിച്ചതാണ്, ഷോർട്ട് വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട്. ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ ഒന്നുകൂടെ കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇതിൽ കാണിക്കുന്നത്. വെജിറ്റബിൾ എല്ലാം ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ മാങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ തേങ്ങ അരച്ച കാര്യങ്ങളൊക്കെ ചേർത്തി കൊടുക്കുക, പരിപ്പ് ചേർത്തി കൊടുക്കുക. താളിപ്പിനായിട്ട് നമ്മൾ കടുക്, ചെറിയ ജീരകം, അതുപോലെ വെളുത്തുള്ളി, പിന്നെ ചെറിയുള്ളിയൊക്കെ വെളിച്ചെണ്ണയിൽ താളിക്കുക കേട്ടോ. ഉരുളക്കിഴങ്ങ് വെന്തോ നോക്കിയിട്ട് വേണം നമുക്ക് പരിപ്പും തേങ്ങയും ചേർത്തി കൊടുക്കാൻ വേണ്ടിയിട്ട്. ഏകദേശം നമ്മൾ സാമ്പാറിൻ്റെയൊക്കെ അതേപോലെ തന്നെയാണ്. സാമ്പാറിൽ മാങ്ങ ഇടൂല, പകരം പുളി. ഇവിടെ മാങ്ങ ഇല്ലെങ്കിൽ പുളി തന്നെ ചേർത്തി കൊടുക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ വെറും തേങ്ങ അരച്ചും കൂടെ ചേർത്തി ഒന്ന് തിള വരുമ്പോഴേക്കും ധാരാളം മല്ലിയില, കറിവേപ്പില ഇതിലോട്ട് ചേർക്കണം. അത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. മല്ലിയില ഉണ്ടാകുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ താളിച്ച് അതങ്ങ് മാറ്റിയും വെച്ചിട്ടുണ്ട് ഞാൻ. അങ്ങനെ നമ്മുടെ പരിപ്പിച്ചാറ് റെഡി. ഇവിടെ ദോശയ്ക്ക്, ഇഡ്ഡലി, ചോറ്, ചപ്പാത്തി എല്ലാറ്റിനും പോകുന്നൊരു കറി ഉണ്ടെങ്കിൽ അത് ഈ പരിപ്പിച്ചാറാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ലഞ്ചിൽ ഞാൻ പരിപ്പിച്ചാറും കൊണ്ടുവച്ചിട്ടുണ്ട്, പ്ലേറ്റൊക്കെ കൊണ്ടുവച്ചു. പക്ഷേ ഇന്ന് എനിക്ക് കഴിക്കാൻ എങ്ങനെയായിരുന്നു മൂഡ് എന്നറിയോ. ചോറ് എടുത്തിട്ടുണ്ട്, നമ്മുടെ ചൊടിയുള്ള ചമ്മന്തിയും വെച്ചിട്ടുണ്ട്. അതിനുശേഷം കൊത്തവരക്ക ഉപ്പേരി, ഉരുളക്കിഴങ്ങും. ഇത് മാത്രം കൂട്ടിയിട്ട് കഴിക്കാനാണ് ഇന്നത്തെ എൻ്റെ ഒരു മൂഡ്. എനിക്ക് എന്നും കറി വേണമെന്നൊന്നും നിർബന്ധമില്ല. ചമ്മന്തി ഉണ്ടെങ്കിലും ഞാൻ സുഖമായിട്ട് ഫുഡ് കഴിക്കും കേട്ടോ. പഠിച്ചു വരും മഹാനി. വായ് 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 വായ്. നോക്കിയൊന്ന്. അങ്ങനെ അവൻ്റെ കഴിക്കൽ കഴിഞ്ഞിട്ട് അവന് ട്യൂഷൻ പോയി. പിറ്റേ ദിവസം രാവിലെ മുതലാണ് കേട്ടോ പിന്നെ നമ്മുടെ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യണത്. അതിനുശേഷം എനിക്ക് വ്ളോഗ് എടുക്കാനൊരു മൂഡൊന്നും ഉണ്ടായിരുന്നില്ല. എല്ലാവരുടെയും വിചാരം എന്നും നമുക്ക് വ്ളോഗ് എടുക്കാനൊക്കെ മൂഡുണ്ടാവുമെന്നാണ്. ഇല്ല കേട്ടോ, നമുക്ക് ഒട്ടും മൂഡില്ലാത്ത ദിവസങ്ങളും ഉണ്ടാകും. അങ്ങനെ പിന്നീട് സൺഡേ ആണ് നമ്മുടെ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യണത്, രാവിലെ മുതൽ കേട്ടോ. ഇക്ക വന്നിട്ടുണ്ട്. ഇക്ക എവിടെയാണെന്ന് കുറേ പേര് നമ്മളോട് ചോദിക്കുന്നുണ്ട്. കോഴിക്കോടാണ് വർക്ക് ചെയ്യണത്, ജോഗറിലാണ് വർക്ക് ചെയ്യണത്. ചപ്പൽ കമ്പനിയിൽ മറ്റേ സെയിൽസ് ഹെഡായിട്ട് വർക്ക് ചെയ്യാണ്. രാമനാട്ടുകരയാണ് ഓഫീസ് ഉള്ളത്. വല്ലപ്പോഴും ബിസിനസ് ട്രിപ്പും കാര്യങ്ങളായിട്ട് പുറത്തൊക്കെ പോകേണ്ടി വരാറുണ്ട് കേട്ടോ. ഓൾമോസ്റ്റ് എല്ലാ വീക്കെൻഡും എന്നാലും എത്താറുണ്ട് വീട്ടിൽ. അങ്ങനെ പാലിന് പോയിട്ട് വന്നിട്ട് ഇതാ പാലൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇന്നത്തെ നമ്മുടെ ഡേ ഇതുപോലെ തന്നെ ചായ വെച്ചിട്ട് അങ്ങ് തുടങ്ങാം അല്ലേ.
ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഈ ഒരു വ്ളോഗിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഗെറ്റ് റെഡി വീഡിയോയിൽ ഹെയർ കാണിച്ചത് നെഗറ്റീവ് കമൻറ്റ് കണ്ടു, ജിനിക്ക് ഫീൽ ആവരുത് കേട്ടോ. ഐ ലൈക്ക് യുവർ വീഡിയോ എന്ന് പറയുന്നുണ്ട്. താങ്ക് യു സോ മച്ച് മുത്തേ. പിന്നെ സൂപ്പർ, കുറച്ച് ഡേ ആയി വ്ളോഗ് സ്ഥിരമായി കാണാൻ പറ്റില്ലായിരുന്നു, ഇനി കാണാൻ ടൈം കണ്ടെത്തണം എന്ന് പറയുന്നുണ്ട്. ഇൻഷാല്ലാ കണ്ടെത്തും കേട്ടോ. അതുപോലെ കുറേ ഹാർട്ടും അതുപോലെ സൂപ്പർ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ഞാൻ ഉറങ്ങുകയാണ്, നേരം വൈകിന്ന്. അയ്യോ ഉറങ്ങിക്കോ, ഉറക്കം കളഞ്ഞിട്ടൊന്നും നമ്മുടെ വ്ളോഗ് കാണണ്ട. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ബാലൻസ് ഉണ്ടാവുന്ന സമയം ഉണ്ടാവില്ലേ, ആ സമയത്തൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്താൽ മതി കേട്ടോ. ഉറക്കം, ജോബ്, പഠനം ഇതൊന്നും കളഞ്ഞിട്ട് നമ്മുടെ വ്ളോഗിനെ സപ്പോർട്ട് ചെയ്യണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല കേട്ടോ. പിന്നെ വോട്ട് ഇട്ടോ, ആള് സുന്ദരി ഗ്ലാമർ കൂടിന്ന്, ആ എന്തുവാ എനിക്ക് മനസ്സിലായില്ല. വോട്ട് ഞാൻ നേരത്തെ അന്നേ ചെയ്ത് കഴിഞ്ഞില്ല. നമ്മളവിടെ UDF ആണ് ജയിച്ചത്. നിങ്ങളവിടെ ആരാണ് ജയിച്ചതെന്നുള്ളത് കമന്റ് ചെയ്യുക. ക്യൂട്ട്നെസ് സൂപ്പർ ആയിട്ടുണ്ട്, ചിരിയും വന്നു. അയ്യോ എനിക്കും ചിരി വന്നു സത്യം. ബട്ട് സൂപ്പർ ആണ് കേട്ടോ ജിനിത്ത, ഇനിയും ചെയ്യണം. ഇനി ഞാൻ ഇപ്പോഴത് ചെയ്യുമെന്ന് എനിക്കറിയില്ല. ഇടയ്ക്ക് ഇങ്ങനെ നെഗറ്റീവ് വയറ് നിറച്ച് കിട്ടുമ്പോൾ നമ്മൾ കുറച്ച് ഒതുങ്ങുമല്ലോ, ആ ഒരു അവസ്ഥയിലാണ് ഇപ്പം ഉള്ളത് കേട്ടോ. പിന്നെ വേഗം പോയി ചായ എല്ലാം വെച്ച് ചായ എല്ലാവർക്കും കൊടുത്ത് ഇനി ചായ കുടിച്ച ശേഷം നമുക്ക് ഇന്നത്തെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ രാവിലെ തന്നെ ഇരുന്ന് ലിസ്റ്റൊക്കെ എഴുതണ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും, എഴുതണ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും ഇവിടെ എന്തോ പഠിക്കുകയാണെന്ന്. അല്ല, സൺഡേ ലിസ്റ്റാണ്. സൺഡേകളിൽ പൊതുവേ എല്ലാ സൺഡേ അല്ലെങ്കിലും കഴിഞ്ഞ സൺഡേ നമ്മൾ വളരെ ലഘുവായിട്ടായിരുന്നു നമ്മുടെ കാര്യങ്ങളൊക്കെ. പക്ഷെ ഈ സൺഡേ നമുക്ക് ഇന്ന് കുറച്ച് അടിച്ചു പൊളിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം അതിനുള്ള ലിസ്റ്റ് കാര്യങ്ങളൊക്കെ എഴുതുക. എത്ര ആലോചിച്ചിട്ട് എഴുതിയാലും മറക്കും. എന്നിട്ടും ഞാൻ മറന്നു, വീണ്ടും മോനെ പറഞ്ഞയക്കേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെ ലിസ്റ്റൊക്കെ എഴുതിയിട്ട് അവൻ്റെ കയ്യിൽ കൊടുത്തു. അവൻ കവറുമായിട്ട് പോകും കേട്ടോ. കവറായിട്ട് കുറച്ചധികം സാധനം ഉണ്ടെങ്കിൽ ഇവിടെ കവറായിട്ട് പോകണം. അതിനുശേഷം ഞാൻ വേഗം പോയിട്ട് നമ്മുടെ വാഷിംഗ് ലിക്വിഡ് ചെറിയ ബോട്ടിലോട്ട് ആക്കുമ്പോഴാണ് ചിന്തുന്നത്. പിന്നെ ഞാൻ ആ പരിപാടിക്ക് നിന്നില്ല. നെക്സ്റ്റ് സമയം കിട്ടുമ്പോൾ ആക്കാമെന്ന് വിചാരിച്ചു. ഇപ്പം തൽക്കാലം വാഷ് ചെയ്യാനുള്ള വാഷിംഗ് ലിക്വിഡ് അവിടെ സെറ്റായിട്ടുണ്ട്. എന്നിട്ട് വേഗം അതിനെയൊക്കെ ഒന്ന് ഒഴിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഫ്രീസറിൽ നിന്ന് നമ്മൾ താഴോട്ട് ഇങ്ങനെ ഫ്രിഡ്ജിലോട്ട് മീറ്റ് എടുത്ത് വെച്ചിരുന്നു, ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അതിനെയൊക്കെ ഒന്ന് എടുത്തു. പിന്നെ മട്ടൻ കബാബിന് വേണ്ടിയിട്ട്, ഇറച്ചി വടയ്ക്ക് വേണ്ടിയിട്ട് പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനെ എടുത്ത് രണ്ടും ഫ്രിഡ്ജിൽ കൊണ്ടുവച്ചു. ചായ കുടിച്ചു കഴിഞ്ഞാൽ നമ്മൾ നേരെ ഒന്ന് ജസ്റ്റ് ഒരു ക്ലീനിങ് പരിപാടിക്ക് നിൽക്കും. അങ്ങനെയൊന്നുമില്ല, എല്ലാ ബെഡ്ഷീറ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീനാക്കി എല്ലാവിടെയും ഒന്ന് അടിച്ചു വാരിയിട്ട ശേഷം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനും കഴിക്കാനുമാണ് കേട്ടോ പൊതുവെ ഇഷ്ടം. ഇല്ലെങ്കിൽ ഒരു മടുപ്പായി പോകും, എനിക്ക് ഇഷ്ടമല്ല. പ്രത്യേകിച്ച് കുട്ടികൾക്ക് ആർക്കും സ്കൂളില്ലാത്ത സമയങ്ങളിലൊക്കെ അങ്ങനെ തന്നെയാണ് ഇഷ്ടം. അല്ലെങ്കിൽ പിന്നെ അവർ പോയ ശേഷമാണ് ഞാനിങ്ങനെ ചെയ്യാറുള്ളൂ. അങ്ങനെ ബെഡും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടിച്ചു വാരിയൊക്കെ ഒന്ന് എടുക്കണം. അപ്പോഴേക്കും അയൻകുട്ടി സാധനങ്ങളൊക്കെ എടുത്തിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അത് മാറ്റി അങ്ങനെ വെളുത്തുള്ളി മറന്നിരുന്നു. പക്ഷെ ചെറിയ ജീരകം മേടിച്ചിട്ട് വന്നേക്കുന്നത്, വലിയ ജീരകം മേടിക്കാണ്ട്. അപ്പം ഞാൻ അവനെ അടുക്കളയിലോട്ട് വിളിച്ചിട്ട് ഇത് ചെറിയ ജീരകമാടോ, വലുതല്ല എന്നും പറഞ്ഞ് കാണിച്ചു കൊടുത്തപ്പോൾ അവൻ ഇത് ചെറുതാണ് അല്ലേ, വലുതല്ല അല്ലേ, വലുപ്പമില്ല അല്ലേ എന്ന് എന്നോട് കേട്ടോ. അപ്പം ഞാൻ എന്ന് പറഞ്ഞിട്ട് മുഖത്തോട്ട് നോക്കി നിൽക്കേണ്ട അവസ്ഥയായിരുന്നു. പിന്നെ അതിനെ തിരിച്ചു കെട്ടിയിട്ട്, കാരണം ചെറിയ ജീരകം ഇവിടെ ഉണ്ടായിരുന്നു, കുറേ സ്റ്റോക്ക് വെക്കുന്നത് ശരിയല്ല തോന്നിയപ്പോൾ ഞാൻ അതിനെ തിരിച്ചു കെട്ടി പാക്കറ്റിലാക്കിയിട്ട് ഞാനും അവനും കൂടെ പിടിയും വലിയാണ് കേട്ടോ കെട്ടാൻ വേണ്ടിയിട്ട്. അവൻ കെട്ടിക്കഴിഞ്ഞാൽ കയറുന്ന എനിക്ക് ഉറപ്പാണ്. അപ്പം പിന്നെ ഞാൻ തന്നെ കെട്ടി ഒരു കവറിലാക്കിയിട്ട് കൊടുത്തു, ഇത് മാറ്റിയിട്ട് വാന്ന് പറഞ്ഞിട്ട്. പിന്നെ നമ്മൾ കൊണ്ടുവന്ന എല്ലാ ഐറ്റംസും ഇതുപോലെ ഒരു പാത്രത്തിലോട്ട് ആക്കി വെച്ചിട്ടുണ്ട്. ഇന്ന് പെട്ടെന്ന് തന്നെ പണി തീർക്കണം. അതായത് നെയ്ച്ചോറാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നെയ്ച്ചോറിന് നമുക്ക് ഒരുപാട് പണിയൊന്നുമില്ലല്ലോ. അപ്പോൾ ഞാൻ പെട്ടെന്ന് അങ്ങ് തീർത്തെടുക്കുക. ഫസ്റ്റ് ആദ്യം ബീഫിൻ്റെ കാര്യങ്ങൾ നോക്കാമെന്ന് വിചാരിച്ചു. ബീഫും കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ചിക്കന് ഞാനൊന്ന് വെള്ളത്തിൽ ഇട്ടിട്ട് എടുക്കുന്നുണ്ട്. അതുപോലെ
ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളും കഴിഞ്ഞിട്ടില്ല, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം കേട്ടോ. പിന്നെ ഈ കവറൊക്കെ ഒന്ന് കഴുകി മാറ്റി വെച്ചിട്ടുണ്ട്. മട്ടനും അതുപോലെ വെള്ളത്തിലോട്ട് ഇട്ടിട്ട് നല്ല ഐസ് ഉണ്ട്, ഐസ് കംപ്ലീറ്റ് ഒന്ന് പോകണം. ഐസ് കംപ്ലീറ്റ് പോയിട്ടില്ലെങ്കിൽ നമ്മുടെ കുക്കിംഗ് ശരിയാവത്തേ ഇല്ല കേട്ടോ. അതുകൊണ്ട് രണ്ടും വെള്ളത്തിലിട്ടിട്ട് ഞാൻ അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ അയൻകുട്ടിക്ക് സാൻഡ്വിച്ച് ആണ് ഇന്ന്, എല്ലാവരും സാൻഡ്വിച്ച് കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം നെയ്യ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പുറത്ത് എഗ്ഗും ഉണ്ടാക്കണം കേട്ടോ. ബർഗർ പോലത്തെ ഒരു സാൻഡ്വിച്ച് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. നെയ്യിൽ ഇതൊന്ന് ഞാൻ ഇതാക്കി എടുക്കുന്നുണ്ട്, മുരിച്ചെടുക്കുന്നുണ്ട്. പിന്നെ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ബുൾസൈ പോലെ ആക്കിയിട്ട് ഉപ്പും പെപ്പറും കൂടെ ഇട്ടിട്ട് നമുക്കിതാ ഇതുപോലെ എഗ്ഗും റെഡിയാക്കി എടുക്കണം. പിന്നെ ചീസാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത് ഇതിലോട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സാൻഡ്വിച്ചിൽ ചീസ് ആക്കിയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇഷ്ടമുള്ള ആൾക്കാരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഉമ്മയും ഉപ്പൊന്നും കഴിക്കില്ല, ഞങ്ങൾ 3 പേരും കഴിക്കും കേട്ടോ, ഇക്കയും കഴിക്കില്ല. അപ്പോൾ എഗ്ഗ് വെച്ച് കൊടുത്തു, വെജിറ്റബിൾ വെച്ച് കൊടുത്തു, കുറച്ച് ഒറിഗാനോ അതുപോലെ ടൊമാറ്റോ സോസും ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ അങ്ങ് അടച്ച് സാൻഡ്വിച്ച് റെഡി. ഇങ്ങനത്തെ സാൻഡ്വിച്ചാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളത് കേട്ടോ. അപ്പോൾ ഞാൻ ഇത് അയൻകുട്ടിക്ക് ഉണ്ടാക്കിയതാണ്. റിഹാൻക്ക് പിന്നെ ഇതൊക്കെ ഒരെണ്ണം കഴിക്കണം ഇഷ്ടം, എനിക്ക് 2 കഴിക്കണമൊക്കെ ഇഷ്ടമാണ്. പക്ഷെ ഇപ്പം ഞാൻ ഒരെണ്ണം ആക്കി കുറച്ചിട്ടുണ്ട്. ഇവിടെ ഒരാൾക്ക് 2-3 ഒക്കെ കൊടുത്താലും കഴിക്കും, ഭയങ്കര ഇഷ്ടമാണ്. പ്രത്യേകിച്ച് ഈ ജങ്ക് ഫുഡിനോട് എന്തൊരു താല്പര്യമാണെന്നറിയോ, നമ്മളായിട്ട് വേണ്ടെന്ന് വെക്കുന്നതാണ്. അങ്ങനെ എല്ലാവർക്കും ഞാൻ കഴിക്കാൻ കൊടുത്തു. അതിനുശേഷം ചായ വെക്കാൻ വേണ്ടിയിട്ട് നിന്നു കേട്ടോ. നമ്മുടെ സ്ഥിരം ചായ പരിപാടി നിന്നിട്ടുണ്ട്. ചായ വെച്ച് യൂട്യൂബിൽ ഫേമസ് ആയ ആളുണ്ടെങ്കിൽ അത് കണ്ണു അടച്ചു പറഞ്ഞു എന്നെന്ന്. ഫേമസ് പറഞ്ഞാൽ കുറച്ചെങ്കിലും ആൾക്കാർക്ക് അറിയുന്നത് കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ എന്നെ തന്നെ നോക്കി പറഞ്ഞു എന്നൊന്നും കമന്റ് ഇടണ്ട, അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. അങ്ങനെ ചായ അങ്ങോട്ട് തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ആ സമയം കൊണ്ട് ഞാൻ വേഗം പാത്രങ്ങളൊക്കെ കഴുകിയെടുത്തിട്ടുണ്ട്. ഇന്ന് നമുക്ക് നല്ല നല്ല അടിപൊളി സംഭവങ്ങൾ ഉണ്ടാക്കാം, എന്നാൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാധനം. പിന്നെ ഞാൻ സ്വീറ്റ് ഒന്നും ഉണ്ടാക്കുന്നില്ല, കാരണം ഐസ്ക്രീം മേടിച്ച് വെച്ചിട്ടുണ്ട്. എല്ലാ വീക്കെൻഡിലും സ്വീറ്റ് കഴിക്കാനും ഞാൻ ഭയങ്കര സ്വീറ്റിൻ്റെ ക്രേവിങ്സ് ആയിട്ടുണ്ട് എനിക്ക്. ലാസ്റ്റ് ടൈം കഹാനിയിൽ പോയപ്പോൾ ഞാൻ ബ്രൗണി വിത്ത് ഐസ്ക്രീം കഴിച്ചു. അതിന് മുമ്പ് ഞാൻ ചില സമയത്ത് ഞാൻ എന്താ പറയുക, പുളിമിഠായി കഴിക്കും, തേൻ മിഠായി കഴിക്കും. ഭയങ്കര ക്രേവിങ്സ് സ്വീറ്റിനോട്, എന്താണെന്നറിയില്ല. ഷുഗറൊക്കെ ടേസ്റ്റ് ചെയ്തു, ഷുഗറൊന്നും ഇല്ല എനിക്ക്. അങ്ങനെ നിങ്ങൾക്ക് അങ്ങനെ ഒരു അസുഖമുണ്ടോ? അങ്ങനെ സ്വീറ്റ് കഴിക്കണം തോന്നിക്കഴിഞ്ഞാൽ പിന്നെ അത് കഴിക്കാണ്ട് നമുക്കൊരു ഹാപ്പി കിട്ടൂല. അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. എൻ്റെ ഒരു അവസ്ഥ ഇപ്പം അങ്ങനെയാണ് കേട്ടോ, എന്താണെന്ന് ഞാൻ അറിയണില്ല. ഭയങ്കര ടെൻഷനും ഉണ്ട് ഇങ്ങനെ ആവുമ്പോൾ. പിന്നെ വേഗം എല്ലാം കൊണ്ടുവച്ചിട്ടുണ്ട്. ചായ കുടിച്ചിട്ട് എല്ലാം എടുത്ത് വെക്കണം. അതിനുശേഷം നമുക്ക് ഈ പറഞ്ഞ പോലെ എന്താ പറയുക, ഫുഡും കാര്യങ്ങളും ഉണ്ടാക്കണം കേട്ടോ. ഞാൻ ചിക്കനും കഴുകാനുള്ളതൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ബീഫും പാതി എടുക്കുന്നുള്ളൂ. നമ്മൾ 1.5 കിലോ ബീഫ് മേടിച്ചിട്ടുണ്ട്, പക്ഷെ അത് ഫുള്ള് ഞാൻ വെക്കുന്നില്ല കേട്ടോ. എനിക്ക് ഇപ്പം ഉണ്ടല്ലോ ക്വാണ്ടിറ്റി കൂടുതൽ കാണുന്നത് ഇഷ്ടമല്ല. ക്വാണ്ടിറ്റി കുറച്ചിട്ട് കുറച്ച് ദിവസം നമുക്ക് കുറച്ച് ഇങ്ങനെ പ്രോട്ടീൻ കഴിക്കണോണ്ട് ഒരു പ്രശ്നമില്ല. അപ്പോൾ ക്വാണ്ടിറ്റി കമ്മിയാക്കിയിട്ട് ഉണ്ടാക്കിയിട്ട് ഓരോ ദിവസം ഓരോ ടൈപ്പ് ഡിഷുകൾ ഉണ്ടാക്കുന്നതാണ് നല്ലത് തോന്നുന്നു. ഒന്നിച്ചുണ്ടാക്കി ഫ്രിഡ്ജിൽ കയറ്റി വെച്ച് അത് ചൂടാക്കി പിന്നെയും കഴിച്ച്, അതിനേക്കാളും നല്ലത് റോ മീറ്റ് ഫ്രീസറിൽ വെച്ചിട്ട് എടുത്തിട്ട് പിന്നീട് ഉണ്ടാക്കുന്നതാണ് നല്ലത് കേട്ടോ. അപ്പം നമുക്ക് കുറേ വെറൈറ്റി ഫുഡ് ഉണ്ടാക്കാൻ പറ്റും. എപ്പോഴും മേടിച്ചുകൊണ്ടിരിക്കും ചെയ്യണ്ടല്ലോ. അപ്പോൾ ഇതാ ഞാൻ നമ്മുടെ അരി ഒന്ന് അളന്നെടുക്കുന്നുണ്ട്. എപ്പോഴും നെയ്ച്ചോറ് ഉണ്ടാക്കുമ്പോൾ ഒരളവ് പാത്രം വേണം കേട്ടോ. എന്നിട്ട് നമുക്കിവിടെ ഒരു അരമണിക്കൂർ വെള്ളത്തിലിടാം. അരമണിക്കൂർ ഇല്ലെങ്കിൽ ഒരു 10-15 മിനിറ്റ് ഒക്കെ വെള്ളത്തിൽ ഇട്ട് വെക്കുക. ഇതിൻ്റെ മസാല ആകുന്നത് വരെ വെള്ളത്തിലിട്ടാൽ മതി കേട്ടോ. ഞാനിവിടെ അറിയാലോ വലിയുള്ളി തക്കാളി ഒക്കെ ഇട്ടിട്ടാണ് നമ്മുടെ നെയ്ച്ചോറ് ഉണ്ടാക്കാറുള്ളത് കേട്ടോ. അപ്പം ഞാനത് വെള്ളത്തിലിട്ട ശേഷം ഒന്ന് സാധനങ്ങളൊക്കെ നന്നാക്കി എടുക്കുന്നുണ്ട്. ഇച്ചിരി നന്നാക്കുമ്പോഴേക്കും പിന്നെ ഉമ്മയുടെ തിരക്ക് കഴിഞ്ഞു. ഉമ്മ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇടാൻ പോയിക്കായിരുന്നു. 2 വാഷിംഗ് ഉണ്ടായിരുന്നു, അതൊക്കെ കഴിഞ്ഞു. പിന്നെ ബാക്കിയുള്ള ഉള്ളിയും കാര്യങ്ങളൊക്കെ ഉമ്മ നന്നായി തന്നു കേട്ടോ. ചെറിയ ഉള്ളിയും അതുപോലെ വെളുത്തുള്ളിയും ഒക്കെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പൊ ഇന്ന് ഞാൻ ബീഫ് ഉണ്ടാക്കുന്നത് ഈ നേച്ചർ ബ്ലെൻഡിന്റെ മസാല ഇൻസ്റ്റന്റ് പെപ്പർ റോസ്റ്റ് മിക്സ് വെച്ചിട്ടാണ്. ഭയങ്കര ഡീസൻ്റ് ആയിരുന്നു കേട്ടോ. നമുക്ക് ഒന്നും ചെയ്യണ്ട. ഇതിൽ സ്റ്റെപ്പ് 1 സ്റ്റെപ്പ് 2 പറഞ്ഞിട്ടൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ അങ്ങ് ചെയ്താൽ മതി. ഇത് ഓപ്പൺ ചെയ്യാനും ഭയങ്കര ഈസി. ഇതിന്റെ കവറ് സൂപ്പർ. അപ്പൊ ഫിഷ് മാംഗോ മിക്സും എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് വേറൊരു ദിവസം ഉണ്ടാക്കുമ്പോൾ കാണിക്കാം. ഇന്ന് ബീഫ് വെച്ചിട്ട് കേട്ടോ. അപ്പൊ ഇത് ഓപ്പൺ ചെയ്യാനൊക്കെ ഭയങ്കര ഈസി. അതുപോലെ പേപ്പർ ബാഗ് ആയതുകൊണ്ട് നമുക്ക്
പ്രശ്നമല്ല. ഇതാണ് അതിൻ്റെ ഉള്ളിലത്തെ മസാല കേട്ടോ. എല്ലാം അതിലുണ്ട്. ഒരു 3/4 കിലോ ബീഫിലേക്ക് ഞാൻ ഈ ഒരു മസാല എടുത്തിട്ടുണ്ട്. അപ്പോൾ ബീഫ് കഴുകി വൃത്തിയാക്കി അവിടെ വെച്ചിട്ടുണ്ട്. ഈ മസാല കൊട്ടി കൊടുത്തിട്ടുണ്ട്. ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക. വേറെ ഒന്നും നമുക്ക് ഇതിലോട്ട് വേണ്ട കേട്ടോ. നമുക്കുണ്ടല്ലോ ബിസി ടൈമിൽ ഒക്കെ നമുക്കിത് യൂസ് ചെയ്യാം. ഇത്രയും ടേസ്റ്റ് ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. വാങ്ങി വെച്ചിട്ട് കുറച്ച് ദിവസമായി, പക്ഷെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല ബീഫ് മേടിക്കാൻ സമയമായപ്പോൾ. അപ്പോൾ മസാലയ്ക്ക് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് ഒരു അരമണിക്കൂർ നമുക്കിത് മാറ്റി വെച്ചാൽ മതി. വേറെ ഒരു പണിയില്ല കേട്ടോ. അതിനുശേഷം നമുക്ക് കുക്കറിൽ അതൊന്ന് വിസിലടുപ്പിച്ചെടുക്കുക, പിന്നെ ഡ്രൈ ആക്കിയിട്ട് എടുക്കുക. അത്രയേ ഉള്ളൂ. അപ്പോൾ നെയ്ച്ചോറിലേക്ക് വേണ്ട ഉള്ളിയും കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ നിന്ന് നന്നാക്കി എടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ സ്ഥിരം നെയ്ച്ചോറ് വെക്കുക. എനിക്ക് തക്കാളി ഇട്ട നെയ്ച്ചോറാട്ടോ ഇപ്പം ഇഷ്ടം. അങ്ങനെ വെച്ച് വെച്ച് അത് ശീലമായി. ഫ്ലെയിമൊക്കെ ഗ്യാസൊക്കെ ഒന്ന് കത്തിച്ചെടുത്തിട്ടുണ്ട്. നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇച്ചിരി എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പട്ട, ഗ്രാമ്പു, ഏലക്ക, വലിയ ജീരകം, ചെറിയ ജീരകം ചേർത്തിട്ടുണ്ട്. ചെറിയ ജീരകം എന്തിനാ വെച്ച് കഴിഞ്ഞാൽ ചേർത്തണ കണ്ടു ഒരു വീഡിയോയിൽ, അപ്പം ചേർത്തിയതാ. പിന്നെ വലിയുള്ളി, തക്കാളി, പച്ചമുളക്, ഉപ്പൊക്കെ ഇട്ടിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. വലിയ ജീരകം മാത്രം മതി കേട്ടോ, ചെറുത് ഇനി ചേർത്തൊന്നും വേണ്ട. എനിക്ക് ഫ്ലേവറിൽ എന്തെങ്കിലുമൊക്കെ വ്യത്യാസം ഉണ്ടോ നോക്കാൻ വേണ്ടി ആക്കിയതാണ്. ഞാനിങ്ങനെ ഓരോ പരീക്ഷണം ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റാറുണ്ട്. പിന്നെ ഇച്ചിരി കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇവിടങ്ങളിൽ കറിവേപ്പില ഇടാറില്ല കേട്ടോ. നിങ്ങളുടെയൊക്കെ നാട്ടിൽ ഇടാറുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതാ 2 സ്പൂണ് ചേർത്തെടുത്തിട്ടുണ്ട്. ഒന്ന് വഴറ്റിയ ശേഷം നമുക്കിതിലോട്ട് വെള്ളം എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ പാത്രത്തിൽ ഒരു പാത്രമാണ് ഞാൻ അരി ഉണ്ടായിരുന്നത്. ഒരു 1.25 പാത്രം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 1.5 പാത്രത്തിന്റെ ഉള്ളിൽ നാരങ്ങയുടെ നീരും ഉപ്പും ചേർത്ത. നാരങ്ങയുടെ നീര് ചേർക്കുന്നത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഉപ്പൊക്കെ ഉണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്തിട്ട് ഞാൻ ഇത് അടച്ചു വെക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് നമ്മുടെ ബീഫ് ഏകദേശം ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. കുക്കറിലോട്ട് തട്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. വെള്ളം നിർബന്ധമല്ല, പക്ഷെ അടി പിടിക്കോ ഇല്ലയോ എന്നുള്ള ഒരു ഡൗട്ട് കാരണം ഞാൻ ഒരു 1/4 കപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒരു ഹൈ ഫ്ലെയിമിൽ 2 വിസിലടിച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഒരു 3-4 വിസിൽ അടുപ്പിച്ചോ. ബീഫല്ല, അത്യാവശ്യം വേവ് ഉണ്ടാവും. അപ്പം നമ്മളിതാ വെള്ളം തിളച്ചിട്ടുണ്ട്. അരി ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ ബീഫിന്റെ വിസിലും വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ എന്ത് ചെയ്തു, നമുക്ക് ഈ ബീഫിന്റെ വേവ് ശരിക്കും അറിയാത്തതുകൊണ്ട് ഞാൻ ഒരു 4 വിസിലാണ് ആദ്യം വെച്ചത് കേട്ടോ. എന്നിട്ട് നമുക്ക് നോക്കാം, ഓപ്പൺ ആക്കി നോക്കിയിട്ട് വെന്തിട്ടില്ലെങ്കിൽ വീണ്ടും വെക്കാന്ന് വിചാരിച്ചു. ഓവർ വേവ് ആവണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. ഇപ്പുറത്തെ നമ്മുടെ നെയ്ച്ചോറ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ചിക്കനും കാര്യങ്ങളൊക്കെ വെക്കണം കേട്ടോ. അപ്പോൾ ഇതാ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഓപ്പൺ ആക്കി ഇളക്കി കൊടുക്കുന്നുണ്ട്. നമ്മുടെ നെയ്ച്ചോറ് അടിയിലൊന്നും പിടിക്കില്ല, നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട്. അപ്പോൾ ഫ്ലെയിം ഓഫ് ആക്കിയ ശേഷം ഞാനിവിടെ ഇച്ചിരി മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ നെയ്ച്ചോറ് അവിടെ സെറ്റ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ബീഫും ഞാൻ ഫ്ലെയിം ഓഫ് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ മട്ടൻ കബാബ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മട്ടൻ ഇവിടെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. അതിലോട്ട് ചോപ്പ് ചെയ്ത് വലിയുള്ളി, പിന്നെ മല്ലിയില, കറിവേപ്പില കൊത്തിയരിഞ്ഞത്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഉപ്പ് ചേർത്തി, പൊടികളായിട്ട് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, പിന്നെ നമ്മൾ ചാട്ട് മസാല, ഡ്രൈ മാംഗോ, കസൂരി മേത്തി, ഗരം മസാല, അതുപോലെ ഒറിഗാനോ ചേർത്തി കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഡ്രൈ മാംഗോ പൗഡറും ചേർത്തിട്ടുണ്ട്. ഇച്ചിരി എണ്ണയും ഒഴിച്ചിട്ട് നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്ത് മസാലയ്ക്ക് എല്ലാ ഭാഗത്തും എത്തട്ടെ. വെള്ളമൊന്നും ഉണ്ടാകാൻ പാടില്ല കേട്ടോ ഇതിൽ. ഇനി നമുക്കിത് കബാബിൻ്റെ പോലെ ആക്കിയിട്ടെടുക്കാം, അല്ല ഇറച്ചിവട പോലെ അങ്ങനെ ആക്കിയിട്ടും എടുക്കാം. നല്ല ടേസ്റ്റുള്ള മസാലയാണ്. ഞാനിപ്പോൾ എന്തായാലും ഫ്രിഡ്ജിൽ കൊണ്ടുവയ്ക്കുകയാണ്, ഈവനിങ് എടുക്കാമെന്ന് വിചാരിച്ചിട്ട്. എല്ലാം കൂടെ ഒന്നിച്ചെടുക്കണ്ട, മസാല കൂട്ടി വെച്ച് കഴിഞ്ഞാൽ രാത്രി നമുക്ക് അധികം പണി ഉണ്ടാവില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. പിന്നെ നമ്മൾ വെള്ളത്തിലിട്ട ചിക്കൻ ഏകദേശമൊക്കെ ഐസൊക്കെ പോയിട്ടുണ്ട്. നമുക്ക് കുറച്ച് പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകിയെടുക്കാനുണ്ട്. ഞാൻ നെയ്ച്ചോറ് വെച്ചപ്പോൾ നെയ്ച്ചോറിലേക്ക് ഉണ്ടാക്കി നോക്കണം എന്ന് വിചാരിച്ചതായിരുന്നു കേട്ടോ, നമ്മുടെ കാന്താരി ചിക്കൻ്റെ. അപ്പോൾ ജസ്റ്റ് അതിൻ്റെ ഒരു റെസിപ്പിയും കൂടി ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഫുള്ളായി കണ്ട് സപ്പോർട്ട് ചെയ്യുക. കുറേ അധികം പാത്രങ്ങൾ കഴുകാനുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഞാൻ കുക്കിങ്ങിന് ഇടയിൽ പോയി പാത്രങ്ങൾ കഴുകുകയും ചെയ്യും. അല്ലെങ്കിൽ സിങ്ക് നിറഞ്ഞിട്ടേ നമുക്ക് കണ്ണ് കാണൂല. പിന്നെ ഉമ്മയും കഴുകി തരും കേട്ടോ ഈ സമയങ്ങളിലൊക്കെ വന്നിട്ട്. അങ്ങനെ നമ്മൾ ആ ഒരു ചിക്കൻ്റെ റെസിപ്പിയും കൂടി ജസ്റ്റ് ഒന്ന് കാണിക്കുന്നുണ്ട് കേട്ടോ അതിൽ. അതായത് നമ്മളൊരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്, നെയ്യ് ഒഴിച്ചു കൊടുക്കുക, വലിയുള്ളി ചേർത്തി കൊടുത്ത ശേഷം കുറച്ച് ഉപ്പിട്ടിട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. ജസ്റ്റ് ഒന്ന് അടച്ച് വെച്ച് കൊടുക്കുക. അതിനുശേഷം നമുക്കിതിലോട്ട് ഒരു തക്കാളിയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ആവശ്യമുണ്ട് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒരു വലിയുള്ളിക്ക് മതി നമുക്കൊരു 1/2 കിലോ ചിക്കനൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് കേട്ടോ.
ചിക്കൻ കൂടുതലാണെങ്കിൽ അതിനനുസരിച്ച് ഇതെല്ലാം ക്വാണ്ടിറ്റി കൂട്ടിയെടുത്താൽ മതി. അപ്പോൾ തക്കാളിയൊക്കെ ഒന്ന് അലിഞ്ഞ് വരട്ടെ. പിന്നെ നമ്മളിവിടെ കാന്താരിയുടെ ചിക്കൻ മസാലയാട്ടോ എടുത്തിട്ടുള്ളത്. നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ ഒരു പ്രാവശ്യം കാണിച്ചതാണ്. നമുക്ക് ഈ ഒരു മസാലയും ഇച്ചിരി മഞ്ഞൾപ്പൊടി മാത്രം മതിയാവും. പിന്നെ അതിട്ട് കൊടുത്ത ശേഷം മസാല ഒരു 3 സ്പൂൺ ചേർത്തി കൊടുത്തിട്ടുണ്ട് ഞാൻ. പിന്നെ ഉപ്പും കുറച്ച് വെള്ളം ചേർത്തിട്ട് ഈ ഒരു മസാല നന്നായിട്ട് ഇളക്കിയിട്ട് അടച്ചു വെക്കുക. നമുക്ക് എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വരുന്നത് വരെ കുക്ക് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. അതിനുശേഷം ഇതാ കഴുകി വൃത്തിയാക്കിയ ഏകദേശം ഒരു 3/4 കിലോ ചിക്കൻ ഉണ്ട്. നമുക്കിതും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ചിട്ട് ചെറിയ തീയിലിട്ടിട്ട് വേവിച്ചെടുക്കുക. അതേപോലെ ഇത് വെന്ത് വരുമ്പം അതിൻ്റെ ഒരു നെയ്യോ എണ്ണ എന്താ വെച്ചാൽ അതിങ്ങനെ മുകളിലോട്ട് വന്നിട്ടുണ്ടാവും. അപ്പോൾ ഇച്ചിരി ഉപ്പ് കമ്മി ഉണ്ടായപ്പോൾ ഞാൻ കുറച്ചിട്ട് കൊടുത്തു. ഒന്നുകൂടെ തിക്കാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് ഗ്രേവി. ഇങ്ങനെ ഒരു ഗ്രീൻ കളറാണ്. ഗീ റൈസിൽക്കൊക്കെ സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് ഇത് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ റെസിപ്പി ജസ്റ്റ് ഒന്ന് കാണിച്ചു എന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റുള്ള കാന്താരി ചിക്കൻ മസാലയാണിത്. ഇനി നമുക്ക് നെക്സ്റ്റ് എന്താ പറയുക, ബീഫ് ഒന്ന് ഓപ്പൺ ആക്കി നോക്കണം. നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ബീഫ്, അതിൻ്റെ കളർ കണ്ടിട്ട് ഞാൻ അന്തം വിട്ടത് കേട്ടോ. സൂപ്പർ കളറ്, ശരിക്കും ബ്ലാക്ക് കളറായി വന്നിട്ടുണ്ട്. നമ്മുടെ നേച്ചർ ബ്ലെൻഡിൻ്റെ എന്താ പറയുക ബീഫ് റോസ്റ്റ് മിക്സാണ്. അപ്പോൾ കുട്ടികൾ ടേസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ട് ഓടി വന്ന കേട്ടോ. നമ്മളധികം ബീഫ് മേടിക്കാറില്ല. അപ്പോൾ വേവിച്ചിരി കമ്മിയുണ്ട്. ഞാൻ എന്ത് ചെയ്തു, ഒരു 2 വിസിലും കൂടി വെക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ കടലയാട്ടോ വായിലിട്ടത്. അപ്പോൾ വീണ്ടും അടച്ചു വെച്ചിട്ട് ഫ്ലെയിം ഓണാക്കി വെച്ചിട്ടുണ്ട്. ആ സമയം കൊണ്ട് ഞാൻ വേഗം പോയി തുടച്ചിട്ടൊക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് എന്താ പോയി കുളിക്കണം. കുളി കഴിഞ്ഞ് വന്നിട്ട് നമുക്കിനി ബാക്കി പരിപാടി ചെയ്യാം. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഫ്ലെയിം ആവിയൊക്കെ പോയിട്ട് വേണ്ടേ. അതുകൊണ്ട് വേസ്റ്റ് കുറേ കളയാനുണ്ടായിരുന്നു. അതിനെയൊക്കെ എടുത്തിട്ട് പോയി. വേസ്റ്റ് വെച്ച പാത്രം ഞാൻ കഴുകിയിട്ട് അവിടെ തന്നെ കമഴ്ത്തി വെച്ചിട്ട് വന്നു കേട്ടോ. പുറത്ത് ഈ കോണിച്ചൻ്റെ ശല്യം വല്ലാത്തൊരു ശല്യമാണ്. വേസ്റ്റ് ഉള്ളിലുണ്ടെങ്കിൽ അപ്പം വരും കോണിച്ച. തിരിച്ചു വന്നപ്പോൾ കയ്യിലൊരു പുളിയറുമ്പ് ഉണ്ടായിരുന്നു, അതിന് തട്ടിയിട്ടതാണ്. അങ്ങനെ നമ്മുടെ ചിക്കൻ ഗ്രേവി ഇതാ ഇങ്ങനെ പതുക്കെ പതുക്കെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. കുളിയൊക്കെ കഴിഞ്ഞു. ഉച്ച നേരമായിട്ടുണ്ട്. ഏകദേശം 1 മണി കഴിഞ്ഞു കേട്ടോ. 1:30 ആയിട്ടുണ്ടായിരുന്നു നമ്മുടെ എല്ലാ പരിപാടി കഴിഞ്ഞ് സമാധാനത്തോടെ പോയി കുളിയൊക്കെ കഴിഞ്ഞ് വരാൻ. പിന്നെ ബീഫ് ഞാൻ ഒന്നുകൂടെ ഓപ്പണാക്കി. നല്ല കളർ വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് വറ്റിച്ചെടുക്കണം. കറി ആക്കണമെങ്കിൽ ആക്കുകയൊക്കെ ചെയ്യാം, പക്ഷേ ടേസ്റ്റ് പെപ്പർ റോസ്റ്റ് തന്നെയാണ് കേട്ടോ ടേസ്റ്റ്. അപ്പം ഞാൻ നോൺ സ്റ്റിക്കിൻ്റെ ഒരു പോട്ടിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കത് പതുക്കെ പതുക്കെ വെള്ളമൊക്കെ വറ്റുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. അതുപോലെ ഉള്ളി നന്നാക്കി എടുക്കുന്നുണ്ട്. ഞാനിവിടെ മറ്റേ സുറുക്ക ഉണ്ടാക്കില്ലേ നമ്മൾ നെയ്ച്ചോറിലേക്ക്, പപ്പടം ഉണ്ടായിരുന്നില്ല കേട്ടോ, വറുത്തില്ല ഞാൻ. ഒന്നാമത് പപ്പടം ഉണ്ടായിരുന്നു, ഞാൻ വറുക്കാണ്ടിരുന്നത്. ഇന്ന് ഡീപ്പായിട്ട് ഫ്രൈ ചെയ്യണമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. ചിക്കൻ ഫ്രൈ ഒക്കെ ചെയ്യണ്ടെങ്കിൽ ശരി, അതിന് മുമ്പായിട്ട് നമുക്ക് പപ്പടം വറുത്തെടുക്കാമെന്ന് വിചാരിക്കും. പിന്നെ ഇതാ ഞാൻ ഒരു വലിയുള്ളി ഇതുപോലെ ഒന്ന് ഇട്ടിട്ടുണ്ട്. പിന്നെ ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വലിയുള്ളി ഇടാൻ കാരണം എനിക്ക് പൊതുവേ ഇഷ്ടമാണ് ഇങ്ങനെ വലിയുള്ളി ഇടയ്ക്ക് കടിക്കാൻ കേട്ടോ. അതിലുണ്ട് ഓൾറെഡി. പക്ഷെ നമുക്ക് എല്ലാം വെന്ത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഇച്ചിരി വലിയുള്ളി ഇട്ട് കൊടുത്താൽ ഒരു പ്രത്യേക ടേസ്റ്റാണ്. പിന്നെ സുറുക്കുണ്ടാക്കാൻ പച്ചമുളകും വലിയുള്ളി നീളത്തിൽ അരിഞ്ഞ് ഉപ്പിട്ടിട്ട് കൈ വെച്ചിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കും. ഉള്ളി ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതിനുശേഷം വിനീഗറും ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാൻ വിനീഗർ മാത്രം ഒഴിച്ചു കൊടുത്തിട്ട് സുറുക്ക ഉണ്ടാക്കാറില്ല കേട്ടോ. ഇതിന് നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുക ഒന്ന് കമൻറ്റ് ചെയ്യുക. അങ്ങനെ ഇതാ അതും റെഡിയായി. നമ്മുടെ ഈ ഒരു ബീഫ് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്ത് നോക്കുന്നുണ്ട്. ഫൈനൽ ലുക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ. കറിവേപ്പില ഇച്ചിരി വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയും ടേസ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മുടെ ഇന്നത്തെ ഡിഷ് ഇതായിരുന്നു. ഞാനിതാ ഇങ്ങനെ ആക്കിയിട്ട് അങ്ങ് ഇടാന്ന് വിചാരിച്ചു, പക്ഷെ ശരിയായില്ല കേട്ടോ. പിന്നെ അഡ്ജസ്റ്റ് ചെയ്തതിന് ശരിയാക്കി എടുത്തു. നമ്മുടെ കാന്താരി ചിക്കൻ ഗ്രേവി ഉണ്ടായിരുന്നു. അതേപോലെ സുർക്ക, ഒരു പപ്പട അച്ചാറും ഉണ്ടെങ്കിൽ ഫിനിഷായില്ലേ. അപ്പോൾ ഇതുപോലെ കഴിക്കാനും ടേസ്റ്റാണ്. അതിലോട്ട് ഇച്ചിരി ബീഫ് ഒരറ്റത്ത് വെച്ചിട്ട് അതും കൂട്ടി കഴിക്കാൻ ഞാൻ അതിൽ ഫസ്റ്റ് എടുക്കുക ബീഫായിരിക്കും കേട്ടോ. അത് കാണാണ്ട് തന്നെ അറിയാം. അപ്പോൾ ഫസ്റ്റ് ഞാൻ ബീഫ് എടുത്ത് ഇച്ചിരി ഉള്ളിയും വെച്ച് അങ്ങനെ ഒന്ന് ട്രൈ ചെയ്തു. ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഈ ഒരു സംഭവം ഉണ്ടല്ലോ, ഈ ഒരു മസാല അതിൻ്റെ
നമ്പർ കിട്ടുകയാണെങ്കിൽ ഞാൻ താഴെ കൊടുക്കാം കേട്ടോ. ആവശ്യമുള്ളവർ മേടിച്ചു, ഞാൻ ഇനിയും മേടിക്കും. കാരണം അത്രയും ഈസി ആണേനും ടേസ്റ്റും ഉണ്ട്. നമുക്ക് ഈസി മാത്രം നോക്കിയാൽ പോരല്ലോ, ടേസ്റ്റ് നോക്കണമല്ലോ. അങ്ങനെ നമ്മൾ എല്ലാം സെർവ് ചെയ്തു. ഞാൻ വീഡിയോക്ക് വേണ്ടി സെർവ് ചെയ്ത പ്ലേറ്റ് അയൻകുട്ടി എടുത്ത് കഴിക്കാൻ തുടങ്ങി കേട്ടോ. ബാക്കിയുള്ളതൊക്കെ ഞാൻ വേഗം വേഗം കൊണ്ടുവച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ ഇരുന്ന് ഫുഡ് കഴിച്ച് ഐസ്ക്രീമും കഴിച്ച് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഏകദേശം കഴിയാനായിട്ടുണ്ട്. നിങ്ങൾക്കൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത്. അതേപോലെ നമ്മുടെ വീഡിയോസൊക്കെ മാക്സിമം കണ്ട് സപ്പോർട്ട് ചെയ്യണം. ജിനിയെ ഒരുപാട് ഇഷ്ടമായിരുന്നു, പക്ഷേ ഇന്ന് ഹെയർ പുറത്ത് കാട്ടിയപ്പോൾ ഒരു വിഷമം എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഇനി ഞാൻ ശ്രദ്ധിക്കാം. പിന്നെ അങ്ങനെ കുറേ കമൻസ് ഉണ്ട്. ഹാപ്പി വീക്കെൻഡ് എന്നൊക്കെ പറഞ്ഞിട്ട് സൂപ്പർ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ നമ്മളോട്. അതുപോലെ നമ്മുടെ FBയിലും നമുക്ക് ഒരുപാട് കമൻസ് വരാറുണ്ട്, ഞാൻ ഇടയ്ക്ക് വായിക്കാറുണ്ട്. ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നമ്മളെ. അതേപോലെ ഒത്തിരി താങ്ക്സ് ഉണ്ട് നിങ്ങളുടെ സപ്പോർട്ടിനൊക്കെ. അടിച്ചു വാരണത് കാണുമ്പോൾ ഇഷ്ടമാണോ? അടിച്ചു വാരണത് ഇഷ്ടമാണോ? ചില ആൾക്കാർക്ക് ഇഷ്ടമാണ് കേട്ടോ അടിച്ചു വാരണത്. എൻ്റെ ഒരു കസിൻ ഉണ്ടായിരുന്നു ഇതുപോലെ. എന്താ കോസ്മെറ്റിക്സ് കാണിക്കുമോ ഒന്ന്? കോസ്മെറ്റിക്സ് കാണിക്കുമോ എന്നോ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ, ഇനിയും കാണിക്കണോ? തണുപ്പ് തുടങ്ങിയോ അവിടെ നിന്ന്? ഇവിടെ ഓൾറെഡി കുറച്ചൊക്കെ തണുപ്പുണ്ട്. പിന്നെ കുറേ റെഡ് ഹാർട്ട് ഇട്ടിട്ടുണ്ട്. ഞാൻ റെഡ് ഹാർട്ട് കമൻറ്റ് ഇടുക വെച്ചപ്പോൾ കുറേ പേരിട്ടിട്ടുണ്ട്. കാന്താരി ചിക്കൻ എപ്പടി അയാൻ എങ്ങനെയുണ്ട് കാന്താരി ചിക്കൻ? ആണോ? ബീഫോ? സൂപ്പർ വീഡിയോ എത്താം. മാല എല്ലാം സൂപ്പർ ആയിട്ടുണ്ട്, താങ്ക് യു. അത് ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ട് ചെയ്യുമ്പോൾ അത് എവിടുന്ന് വാങ്ങിച്ചെന്നുള്ളതൊക്കെ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാം കേട്ടോ. നിങ്ങളൊന്ന് മേടിച്ച് സപ്പോർട്ട് ചെയ്താൽ മതി. അതേപോലെ എൻ്റെ വലിയ മോനോട് ഞാൻ റിവ്യൂ പറയുക ചോദിച്ചപ്പോൾ അവൻ്റെ ആക്ഷൻ കണ്ടില്ലേ, അവനക്ക് റിവ്യൂ പറയാൻ അറിയില്ല അത്ര, അവനക്ക് ഫുഡ് എൻജോയ് ചെയ്ത് കഴിക്കാനേ അറിയുള്ളൂ എന്ന്. അങ്ങനെ പിന്നെ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് നെയ്ച്ചോറും ചിക്കനും ബീഫ് എല്ലാം കഴിച്ച് ഭയങ്കര എൻജോയ് ചെയ്ത് കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അയ്യോ, ഇങ്ങനെ കഴിച്ചാൽ മാത്രം മതിയോ എന്നാണ് ഇപ്പോൾ. ഇനിയിപ്പോൾ ക്രിസ്മസ് ഒക്കെ വരാൻ പോവല്ലേ, അപ്പോൾ ഫിഷിൻ്റെ മാംഗോ കറി ഉണ്ടാക്കണമെങ്കിലും അതുപോലെ ചിക്കന് ബീഫൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ഈ ഒരു സംഭവം നിങ്ങൾ മേടിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ പകുതിക്ക് പകുതി സമയം ലാഭമാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്നുകൂടെ അതിൻ്റെ റെസിപ്പി മാത്രമായിട്ടൊന്ന് പറഞ്ഞു പോകുന്നുണ്ട്. കാരണം മറ്റേ വീഡിയോയിൽ പലതും ആയിരുന്നില്ലേ. ഈ ഒരു സംഭവമാണ് കേട്ടോ നമ്മളെടുത്തത്. നാച്ചുറൽ ബ്ലെൻഡ് എന്ന് പറഞ്ഞിട്ട് ബീഫ് റോസ്റ്റ് മിക്സ് മസാല. ബീഫ് ഏകദേശം 3/4 കിലോളം എടുത്തിട്ടുണ്ട്. ഈ മസാലയുടെ പാക്കറ്റ് അങ്ങനെ പൊട്ടിക്കുക, ഇതിലോട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അവിടെ മാറ്റി വയ്ക്കുക. അരമണിക്കൂർ നേരത്തേക്ക് മാറ്റി വെച്ചോ, അപ്പോഴാണ് അതിൻ്റെ മസാലയൊക്കെ ബീഫിലോട്ട് നന്നായിട്ട് പിടിക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഞാനിതാ ഇതുപോലെ ഒന്നും ചേർത്തിട്ടില്ല, ഉപ്പും എണ്ണയും ഒന്നും ഞാൻ ഇതിലോട്ട് ചേർത്തി കൊടുത്തിട്ടില്ല. അടച്ചവിടെ വയ്ക്കുക. അരമണിക്കൂറിന് ശേഷം ഇതുപോലെ എടുക്കുക, കുക്കറിലോട്ട് തട്ടുക. ഒരു 6 വിസിൽ വെച്ചോട്ടോ. ഈ ബീഫ് വേവാൻ വേണ്ടിയിട്ട് ഒരു 6 വിസിൽ സമയം എടുത്തിട്ടുണ്ടായിരുന്നു. ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടാണ് ഞാൻ അടച്ചു വെച്ചത്. അതായത് ഹൈ ഫ്ലെയിമിൽ ഞാൻ 2 വിസിൽ കൊടുത്തു, പിന്നെ ബാക്കി ലോ ടു മീഡിയം ഫ്ലെയിമിൽ 4 വിസിലും കൊടുത്തു. അതിന് ശേഷമാണ് നമ്മളിതിവിടെ ഓപ്പൺ ആക്കിയിട്ട് നോക്കുന്നത്. ഭയങ്കര കറുപ്പ് കളറ്. ഇത് കണ്ടപ്പോൾ തന്നെ ഞാൻ ഭയങ്കര ഹാപ്പിയായി. ഇതിലോട്ട് തേങ്ങാക്കൊത്തൊക്കെ ഇട്ടാൽ വേറെ ലെവലാകും. ഞാൻ പിന്നെ സമയമില്ലാത്തത് കൊണ്ട് അതൊന്നും ഇട്ടില്ല. പിന്നെ ഞാനൊരു ചട്ടിയിലോട്ട് മാറ്റി വെക്കുന്നുണ്ട്. എന്നിട്ട് അതിന് ശേഷം നമുക്ക് എന്താ പറയുക, ഇത് കുറുക്കിയല്ല വറ്റിച്ചെടുക്കണം. ഈ വെള്ളം മൊത്തം വറ്റി ഈ ബീഫിലോട്ട് ഫുള്ള് ഇതായിട്ട് ഞാൻ ഇച്ചിരി ഉള്ളിയും അതുപോലെ കുറച്ച് വെളിച്ചെണ്ണയും മാത്രമായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. അതും കൂടെ ചെയ്ത് ഇച്ചിരി കറിവേപ്പിലൊക്കെ ഇട്ട് നല്ല പോലെ വറ്റിച്ച് അങ്ങ് എടുത്തപ്പോൾ ഉണ്ടല്ലോ, പൊറോട്ടയൊക്കെ ഉണ്ടല്ലോ എൻ്റെ സാറേ. അതിനൊരു എരിവുണ്ട്. പെപ്പറൊന്നും എക്സ്ട്രാ ഇടേണ്ട ആവശ്യം വന്നിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്തായാലും മേടിക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമായിച്ചാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ. ഇറ്റ്സ് മീ ജിനി ഫ്രം പാലക്കാട്. നമ്മുടെ യൂട്യൂബ് ചാനലൊക്കെ മാക്സിമം സപ്പോർട്ട് ചെയ്യാം.